ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലി നടക്കുന്ന കുറേ ചേഞ്ചസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യയും ചൈനയും തമ്മിൽ ഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു കട്ട് ആൻഡ് ഡ്രൈ മറുപടി പുടിന് കിട്ടിയത് കൊണ്ട് തന്നെ പുടിൻ അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ ചൈനയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഷീ ജിങ് പിങ്ങും പുടിനും തമ്മിൽ നടത്തിയ ഫോൺ കോൺവെർസേഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആയുധങ്ങൾ ഞാൻ ഇറാന് എത്രത്തോളം വേണോ അത്രത്തോളം സപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം അവിടെ ഈ മിലിറ്ററി വിങ് ആയിട്ടുള്ള ഈ IRGCയുടെ മിലിറ്ററി വിങ് മാത്രമാണ് രാത്രി മിസൈലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത് മൊസാദും IDF അറിയാതെയാണ് ഈ ഒരു ആയുധങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ മൊസാദിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ഈ ഡയറക്റ്റ് ഷിപ്മെൻറ്റിനെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചൈന ചെയ്യുന്ന ഈ ഒരു ഷിപ്മെൻറ്റ്സ്, ഇതിനകത്ത് മൊത്തം ഡ്രോണുകളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഷിപ്മെൻറ്റ്സ് ചൈന റഷ്യ എടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ വേറെ രീതിയിലുള്ള ഹെൽപ്പ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് 2-3 ബോൾഡ് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം വിട്ടാൽ മതി. അതായത് 2-3 സ്റ്റേറ്റ്മെന്റുകൾ വിട്ടു കഴിഞ്ഞാൽ ചൈനയ്ക്കും ഇറാനും അതൊരു ഹെൽപ്ഫുൾ ആവും. അതാണ് ചൈന പുടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുടിൻ തുടരെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ വിടാൻ വേണ്ടി മാത്രം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ചൈനയ്ക്കും ഈ ഒരു കൗണ്ടർ പാർട്ട് സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അമേരിക്കയുടെ കൗണ്ടർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തുടരെ ഇനി അമേരിക്കയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അതായത് യുദ്ധത്തിൽ ഇറങ്ങരുത്, ഇറങ്ങിയാൽ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ സീനാവും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുടിൻ വിടാനുള്ള സാധ്യതയുണ്ട്. ഓൺലി സ്റ്റേറ്റ്മെന്റ് മാത്രമേ വിടുള്ളൂ. റഷ്യയെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. റഷ്യ ഉക്രൈനിൽ തന്നെ ഹെവിലി എൻഗേജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് വരാൻ പറ്റില്ല. പിന്നെ കൂടുതലായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇറാനുമായിട്ട് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ റഷ്യക്കെതിരെ വീണ്ടും കൂടുതൽ സാങ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സാങ്ഷൻസ് മീൻസ് അവരുടെ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിൽപ്പന കൂടി തടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിരൂക്ഷമായ നിലയിൽ അമേരിക്കൻ സാങ്ഷൻസ് അഥവാ സെക്കൻഡറി സാങ്ഷൻസ് വരെ വളരെ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യ സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഞാൻ സ്റ്റേറ്റ്മെന്റ് വിടാം എന്നുള്ള രീതിയിൽ സമ്മതിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വിഷയം നമ്പർ 1. ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ മൊസാദിന്റെ കൺട്രോളിലാണ്. സൗദി, കുവൈറ്റ്, UAE ഇതുമാതിരിപ്പെട്ട രാജ്യങ്ങൾ, മെയിനായിട്ടുള്ള ഈ സുന്നി രാജ്യങ്ങളെല്ലാം തന്നെയും ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത്. സൗദിയുടെ, UAEയുടെ, കുവൈറ്റിൻ്റെ ഒക്കെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറപ്പെടുന്നത് ഇസ്രായേലിന്റെ സോഫ്റ്റ്വെയർ ത്രൂ ആണ്. ഏത് രീതിയിലായാലും ശരി തന്നെ ഈ എൻറ്റയർ അറബ് രാജ്യങ്ങൾ മൊത്തം മൊസാദ് വളഞ്ഞിട്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന പറഞ്ഞാൽ ഇറാന്റെ മീഡിയ പറഞ്ഞാൽ ഈ ഒരു സൈബർ ഹാക്കിംഗ്. അപ്പോൾ ഈ മീഡിയ, ഈ ടെലിവിഷനൊക്കെ ഹാക്ക് ചെയ്തത് ഇറാനികൾ തന്നെ ആവാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള ഒരു ഡൗട്ടും കൂടി അവിടെ ഉണ്ട്. കാരണം ഇറാന്റെ ഈ IRGC റെജീമിനെതിരെ ഒരുപാട് ഇറാനിയൻസ് തന്നെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറാന്റെ പുറത്താണ്. കാരണം അവർക്കൊന്നും ഇറാന്റെ ഉള്ളിൽ പെർമിഷൻ ഇല്ല. കാരണം IRGC റെജീമിന്റെ പോളിസിയാണത്. അതായത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് പുറത്തു പോയേ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത് അമേരിക്ക, UK, ദുബായ് പോലത്തെ നഗരങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തന മേഖല തന്നെ അങ്ങനെ മാറ്റിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറാൻ സ്യൂട്ടബിൾ അല്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ കലാകാരന്മാരെ കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ദുബായ്, UK, അമേരിക്ക പോലത്തെ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ഈ മ്യൂസിക് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പൈസയുള്ളവരൊക്കെ അങ്ങനെ പോകും, പൈസ ഇല്ലാത്തവരൊക്കെ വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇറാൻ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇറാനിലാണ് ഈ ടെലിവിഷൻ ഹാക്ക് ചെയ്തിരിക്കുന്നത്. ടെലിവിഷൻ ഹാക്ക് ചെയ്തിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇറാനിയൻ റെജീം, IRGC റെജീം എന്തെല്ലാം വീഡിയോകൾ മറച്ചു വെച്ചിരുന്നോ, റെസ്ട്രിക്റ്റഡ് ആയിട്ട് മറച്ചു വെച്ചിരുന്നോ, ആ വീഡിയോസ് എല്ലാം തുടർച്ചയായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയ ചാനലുകളിൽ. IRGC റെജീം അഥവാ നിലവിലെ ഇറാൻ ഭരണകൂടം പറയുന്നത് ഇത് ഇസ്രായേലാണ് ചെയ്തതെന്നാണ് ഇറാന്റെ വാദം. പക്ഷേ ഇസ്രായേൽ ഇതിനെ ഓപ്പണായിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് ഒരു ഹാക്കേഴ്സിനെ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല. റിവേഴ്സ് ഹാക്കിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കണ്ടെത്തിയാലായി. അങ്ങനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലെയിം നമുക്ക് വെക്കാൻ കഴിയില്ല. അത് ഇസ്രായേൽ ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതാണോ അറിയത്തില്ല. പക്ഷേ ഹാക്കേഴ്സ് വളരെ കൃത്യമായിട്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും IRGC റെജിമിന് എതിരെയുള്ള വീഡിയോകളാണ് അതിനകത്ത് പ്രചരിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നില്ലേ, ഈ മാഹ്സ അമീനി എന്ന് പറഞ്ഞ ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടന്ന പ്രൊട്ടസ്റ്റിൻ്റെ വീഡിയോസ്, എന്തെല്ലാം വീഡിയോകൾ, സീക്രട്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇറാൻ്റെ നിലവിലെ ഭരണകൂടം തടഞ്ഞു വെച്ചിരുന്നു. ആ ഇറാനിയൻ ജനങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ടെലിവിഷനിലൂടെ ഈ ഹാക്കേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വിഷയം ഇസ്രായേലിന് ഹെൽപ്ഫുള്ളാണ്. അതായത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? റെജീം ചേഞ്ച്. അപ്പം നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഈ രീതിയിലുള്ള കൊള്ളരുതായ്മകൾ, അതായത് നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾക്കാരെ പോലെയാണ് ജീവിക്കുന്നത് ഇറാനിയൻ ജനങ്ങളെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്നുള്ള നിലയിലാണല്ലോ ഈ വീഡിയോ പ്രചരിക്കുന്നത്. ഇത്രമാത്രം അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ. അപ്പോൾ ആ ജനങ്ങൾക്കിടയിൽ അവരിത്
അപ്പോൾ അവർ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ട് വരുന്ന ഈ പീഡനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഈ ഭരണമാറ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് റെഡ് ലൈൻ ക്രോസ് ചെയ്തു ഇറാൻ. റെഡ് ലൈൻ ക്രോസ് ചെയ്തത് ഈ സൊറോക്ക ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് ലൈൻ ക്രോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇസ്രായേലിലെ IDF-ന്റെ സ്പോക്സ് പേഴ്സൺ ഒരു വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇന്ന് രാത്രി അറ്റാക്ക് ചെയ്യും, രാത്രി മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ആയത്തുള്ള ഖമനേയിയെ എടുത്ത് കളയണം, ആയത്തുള്ള ഖമനേയി ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ ഇസ്രായേലിന്റെ നെസറ്റ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ ഉള്ളിൽ പൊതുജനങ്ങൾക്ക് വരെ ആ വികാരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ ഗവൺമെന്റിന്റെ ഉള്ളിൽ പ്രഷർ, അതായത് ഈ ഹോസ്പിറ്റൽ അറ്റാക്ക് നടത്തിയതിന് ഏതെങ്കിലും രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് റിറ്റാലിയേഷൻ ചെയ്തേ പറ്റൂ, അത് ബിൽഡിങ്ങുകൾ മാത്രം അടിച്ചിട്ടാൽ പോരാ, ആ രീതിയിലാണ് അവിടുത്തെ നിലപാടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും 1-2 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് നേരം വെളുക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് മാസീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതാണ് വാസ്തവം. ഇനി ഇത് ഒരു സൈഡാണ്. ഇനി വേറൊരു സൈഡിൽ ആയത്തുള്ള ഖമനേയിയുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആയത്തുള്ള ഖമനേയിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുമല്ലോ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇറാഖിലുള്ള ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, ഇറാഖിൽ മെജോറിറ്റി ഷിയാസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, നിങ്ങൾ ആയത്തുള്ള ഖമനേയിയുടെ ജീവൻ എടുക്കുന്നെങ്കിൽ ഞങ്ങളെ ഫേസ് ചെയ്തിട്ടേ, ഇറാഖിനെ ഫേസ് ചെയ്തിട്ടേ നിങ്ങൾ ആയത്തുള്ള ഖമനേയിയെ ടച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇറാഖിന്റെ സൈഡിലുള്ള വാദം. അതായത് ഇപ്പം പൊതുവിൽ ഉള്ളിൽ കിടക്കുന്ന തലകളൊക്കെ പൊങ്ങി വരികയാണ്. ഇപ്പം പുതുതായിട്ട് ഒരു ഹെഡ് വന്നിട്ടുണ്ട്. ആ പുതുതായിട്ടുള്ള തലപ്പത്ത് വന്നിരിക്കുന്ന ആള് ഗ്രാൻഡ് ആയത്തുള്ള സസ്താനി. ഈ ഗ്രാൻഡ് ആയത്തുള്ള സസ്താനിയാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാഖ് തീർച്ചയായിട്ടും ഇറങ്ങും. പ്രത്യേകിച്ച് ഇറാഖിന്റെ ഭരണകൂടം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഇറാഖിലുള്ള ഷിയ കമ്മ്യൂണിറ്റി ഇറങ്ങുമെന്ന് തന്നെയാണ് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് ആയത്തുള്ള സസ്താനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാഖിലുള്ള മറ്റുള്ള മലേഷ്യ ഗ്രൂപ്പുകൾ, അതേപോലെ ഹമാസ്, ഹിസ്ബുള്ള എല്ലാവരും തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, പ്രഖ്യാപനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഹമാസ്, ഹിസ്ബുള്ള, ഇറാഖിൽ കിടക്കുന്ന മലേഷ്യ ഇവരെല്ലാം തന്നെ തോറ്റ വ്യക്തികളാണ്. ഈ തോറ്റ ആൾക്കാർ ഇനി എത്രത്തോളം കൂക്കി വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഒന്നും നേടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഇനി ഇറാഖിലുള്ള ഈ ഒരു ഷിയ ഗ്രൂപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി അവരുടെ അടുത്ത് എന്താണ് ഇറാൻ ഏതെങ്കിലും രീതിയിൽ അവരെ വെപ്പണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ആയുധങ്ങൾ കൊടുത്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ആ രീതിയിലാണ് ഇറാഖ് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ആയത്തുള്ള ഖമനേയിക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുകയാണ് ഇറാഖ്. മറ്റുള്ള അറബ് രാജ്യങ്ങളില്ലേ, ഞാൻ പറഞ്ഞല്ലോ മൊസാദിന്റെ കൺട്രോളിലാണെന്ന്, ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഒരു കമാന്നൊരു അക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അത് എത്രയും പെട്ടെന്ന് നേരത്തെ കൂട്ടി ഒന്ന് വിളിച്ചു കൂട്ടിയാൽ കൊള്ളാം, എല്ലാവർക്കും എത്തിപ്പെടാനുള്ള സാഹചര്യം വഴിയൊരുങ്ങണം. അപ്പോൾ ആ രീതിയിലാണ് നെക്സ്റ്റ് വീക്കിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ OICയുടെ നെക്സ്റ്റ് മീറ്റിംഗ്. നെക്സ്റ്റ് വീക്ക് വരെ ഇറാനും ഇസ്രായേലും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IAEA ഇസ്രായേൽ ഇന്നലെ ഇറാന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്ത അറാഖ്, അതേമാതിരി നറ്റാൻസ് എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളിലും ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ ലീക്ക് ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. IDF-ന്റെ ഇന്റലിജൻസ് കമാൻഡ് യൂണിറ്റ് ഓഫീസ് എവിടെയാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇറാന് യാതൊരു അറിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആശുപത്രിയുടെ മേളിൽ ബോംബിട്ടിട്ട് അതൊരു വാർ ക്രൈമായിട്ട് കരുതപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഉരുണ്ടുകളി. ഇസ്രായേൽ എന്താണോ പറയുന്നത്, ഇസ്രായേൽ പറയുന്നത് ശരിക്കും എവിഡൻസോട് കൂടിയാണ് പറയുന്നത്. അവർ ശരിക്കും ആ ബിൽഡിംഗ് സ്കാൻ ചെയ്ത് അതിൻ്റെ അടിയിൽ ഇന്ന സാമഗ്രികൾ ഉണ്ട് എന്നുള്ളതും, പിന്നീട് ആ ബിൽഡിങ്ങിൽ ആക്രമണം നടത്തിയിട്ട് അതേപോലെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നുള്ള ടണലിൻ്റെ ഫോട്ടോ, ടണലിൻ്റെ വീഡിയോ, അവിടെ നിന്ന് പിടിക്കപ്പെടുന്ന സാമഗ്രികൾ, ഇതെല്ലാം വെച്ച് വളരെ പ്രൂഫായിട്ടാണ് IDF കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. പക്ഷെ അതേപോലെ ഇറാന് വ്യക്തമാക്കാൻ കഴിയുമോ? ഇസ്രായേലിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള മിലിറ്ററി ക്യാമ്പസ് അഥവാ ഈ ഒരു IDF-ന്റെ ഇന്റലിജൻസ് ക്യാമ്പസിലാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ അവകാശവാദം. പക്ഷെ അവിടെ മിലിറ്ററി ക്യാമ്പസ് ഇല്ല എന്നാണ് ഇസ്രായേൽ തീർത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അത് എടുത്ത് പറയേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തി ആശുപത്രിയുടെ മേളിൽ ബോംബിട്ടിരിക്കുകയാണ്. അവരെ ഇസ്രായേൽ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി, അതാണ് അവർ എടുത്ത് പറയുന്നത്. ഇസ്രായേൽ ഇങ്ങനെയാണല്ലോ ഗാസയ്ക്കുള്ളിലും പിന്നെ ഹിസ്ബുള്ളയുടെ ലെബനാന്റെ ഉള്ളിലൊക്കെ അറ്റാക്ക് നടത്തിയിട്ട് ആ ബിൽഡിങ്ങിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ എവിഡൻസ് ചോദിക്കും. ഇസ്രായേൽ എല്ലാ കാര്യത്തിനും ഡോക്യുമെന്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും വീഡിയോ ഫുട്ടേജ് എല്ലാം ഉണ്ട്. എന്ന ഡേറ്റ്, ഇന്ന സ്ഥലം, എവിടെ, എന്ത് ലൊക്കേഷൻ എല്ലാം വളരെ വ്യക്തമായിട്ട് അവർ മുന്നറിയിപ്പും കൊടുക്കും. അറ്റാക്കിന് ശേഷം അവർ വീഡിയോ എടുത്ത് അത് വെളിയിൽ പബ്ലിഷും ചെയ്യും. 19-ാം തീയതി ആയത്തുള്ള ഖമനേയിയെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണത്തിൽ ആയത്തുള്ള ഖമനേയി എവിടെയും കണ്ടെത്തിയതായിട്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതായിട്ടോ ഉള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല.
തീർച്ചയായിട്ടും ആയത്തുൽ ഖമനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫർദർ ഓപ്പറേഷൻസ് മുന്നോട്ട് പോവുകയാണ്. ഇറാഖ് വിൽ എൻ്റർ ദ വാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറാഖിനെ തൊട്ടടുത്ത് തുർക്കിയുടെ ബോർഡറിൽ മിലിറ്ററി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ അതായത് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് ഇപ്പം ആരും തന്നെ ഇറാൻ ഒരു സപ്പോർട്ട് കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ, ഇറാൻ്റെ റെജീം അട്ടിമറിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യത്തിൽ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ഒരു സൂചന കിട്ടി തുടങ്ങിയതുകൊണ്ട് അവരെല്ലാം തന്നെ ചില ഡ്രാമ നടത്തുകയാണ്. തുർക്കി ഈ സമയത്ത് ഒരു മിലിറ്ററി പരേഡ് ബോർഡറിൻ്റെ അടുത്ത് നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതൊരു സൂചന തന്നെയാണ്. ജസ്റ്റ് ഒരു ഡ്രാമ, ഒരു നാടകം നടത്തുകയാണ്. മറ്റുള്ള അമേരിക്കൻ ചേരിയിൽപ്പെട്ട അറബ് രാജ്യങ്ങളെല്ലാം മിണ്ടാതിരിക്കുകയാണല്ലോ. ഞങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ഹീറോസ്, ഓട്ടോമൻ എംപററിന്റെ പാരമ്പര്യമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തായിബ് എർദോഗൻ ഇപ്പം ഈ ഒരു കാർഡ് ഇറക്കുന്നത്. ഈ മിലിറ്ററി പരേഡ് എന്നുള്ള ഈ നാടകത്തിന്റെ കാർഡുകളൊക്കെ പിറക്കി കളിക്കുന്നത്. പക്ഷേ എർദോഗനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എർദോഗൻ എന്താണ് ഇരട്ടത്തപ്പ് കാണിച്ചെന്നുള്ളത് ഇറാന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ വീഡിയോസൊക്കെ തുടർന്ന് കാണുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. ഇറാന്റെ ഉള്ളിൽ നോബിടെക്സ് എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസി, ആ ക്രിപ്റ്റോ കറൻസി ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹാക്ക് ചെയ്തതിൽ $90 മില്യൺ വൈപ്പ് ഔട്ട് ആണ്. $90 മില്യൺ ആ ക്രിപ്റ്റോ കറൻസിയുടെ അക്കൗണ്ടിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നു. അത് ഹാക്ക് ചെയ്തെടുത്തിരിക്കുന്നു. ക്രിപ്റ്റോ കറൻസിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ ഹാക്കേഴ്സ് ആ വെബ് പേജിൽ തന്നെ, ഈ നോബിടെക്സ് എന്ന് പറഞ്ഞ വെബ് പേജിൽ തന്നെ അവർ ഇതിൻ്റെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ $90 മില്യൺ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ പല കമ്പനികളും, പല ബാങ്കിങ് സെക്ടറുകളും, പല ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും വരെ ഞങ്ങൾ ഹാക്ക് ചെയ്യുമെന്നുള്ളൊരു മെസ്സേജും കൂടി അവർ എഴുതിയിട്ടിട്ടുണ്ട്. ആ വെബ് പേജ് തുറക്കുമ്പോഴേ ഇങ്ങനത്തെ മെസ്സേജ് വരുന്നതായിട്ടാണ് വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ എല്ലാ സ്ട്രാറ്റജികളും പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആകെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മിസൈൽ വിടുക എന്നുള്ളത്. 430+ മിസൈലുകളാണ് ഇതുവരെ ഇറാൻ വിട്ടത്. എന്നിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. ഈ 430 മിസൈലുകൾ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. ഇതോടുകൂടി മിസൈൽ വിക്ഷേപണം തീർന്നോ? കാരണം ഇത്ര ദിവസങ്ങളിലായിട്ട് അവർ 430 മിസൈലുകൾ മാത്രമേ അവരെ കൊണ്ട് വിടാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഇറാനുണ്ടായ നഷ്ടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഇന്റലിജൻസ് ഓഫീസേഴ്സ്, അതേപോലെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, ന്യൂക്ലിയർ സയന്റിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്ന, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സയന്റിസ്റ്റുകളായിട്ട് ആക്കി തീർക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഇസ്രായേൽ അടിച്ച് തൂത്തുപറക്കി കളഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ട് 1100 ടാർഗറ്റുകൾ വളരെ കൃത്യമായിട്ട്, ഒരു ബോംബ് പോലും മിസ്സായിട്ടില്ല. കൃത്യം ടാർഗറ്റ് 1100 ടാർഗറ്റ് ഇറാന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ഇന്നും ഇന്നലെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ കണക്കൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഇത് ഏതാണ്ട് 3 ദിവസത്തിന് മുമ്പുള്ള കണക്കാണ് 1100 എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇറാൻ തീർത്താൽ തീരാത്ത നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു ബോംബ് വീണ് കഴിഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്ത് ആ എൻറ്റയർ ഡേ അവർ ആ വാർത്ത മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ മറ്റൊരു സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആ രീതിയിലുള്ള നഷ്ടമാണ് ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള ആയത്തുൽ ഖമനേയി ഇവരെ കസാരയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബങ്കറായിട്ട് ഓടി നടക്കുകയാണ്. ഈ 87 വയസ്സിൽ ബങ്കറായിട്ട് ഓടി നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇപ്പം ഇറാൻ റെജീമിന്റെ അവസ്ഥ. ഈ അവസ്ഥ മുന്നിലിരിക്കുകയാണ്. ഒറ്റ അറബ് രാജ്യങ്ങളും മിണ്ടുന്നില്ലല്ലോ. എല്ലാ അറബ് രാജ്യങ്ങളും കീപ് ക്വയറ്റ്. ആരും തന്നെ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. കാരണം ഇറാന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ ഏത് അറബ് രാജ്യത്തിന് സംഭവിക്കാം. ഇതുകൊണ്ട് തന്നെയാണ് ഈ അറബ് രാജ്യങ്ങളൊന്നും ഇറാൻ റെജീമിനെ സപ്പോർട്ട് ചെയ്യാത്തതും അവർ ഇസ്രായേലിനെതിരെ സ്മാർട്ട് ഡയലോഗുകൾ അടിച്ച് പുറത്തിറക്കുമ്പോഴും അതിനെ ഒന്നും പിന്തുണയ്ക്കാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനുള്ള കാരണം. ഇതൊക്കെ 1967 ഓർമ്മയുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ മനസ്സിലാവും. ബൾഗേറിയ തെഹ്റാനിലുള്ള അവരുടെ എംബസി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനി ഇവിടെ തുടരാൻ വയ്യ, കാരണം ഏത് നേരത്തും നമുക്ക് എന്തും സംഭവിക്കാം, സുരക്ഷാ ഭീഷണി ഇവിടെ നിലനിൽക്കുന്ന രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ എംബസി അടയ്ക്കുകയാണെന്ന് പറയുന്നത്. മറ്റു പല രാജ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി, UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയന്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യത്തുള്ള ഫോറിൻ മിനിസ്റ്റർ, ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ്, ഈ പറഞ്ഞ രാജ്യങ്ങളിലുള്ള ഫോറിൻ മിനിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം വേറെ ഒരു മാർഗവുമില്ല. എല്ലാ ഡിപ്ലോമസിയും ഫെയിൽഡ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാന് ലാസ്റ്റ് വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നാട് വിടുക, ഇല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത് അതിൽ വന്നിട്ട് ജസ്റ്റ് ഒപ്പിട്ടിട്ട് പോവുക. എന്നാലും ഇസ്രായേലിന്റെ അടുത്ത സ്ട്രാറ്റജി, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇറാനെ അമേരിക്ക ന്യൂക്ലിയർ ഡീൽ എന്ന് കാണുന്നെങ്കിലും ഇസ്രായേൽ ന്യൂക്ലിയർ ഡീലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്രായേലിന്റെ കാഴ്ചപ്പാട് ന്യൂക്ലിയർ ഡീലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇസ്രായേലിന്റെ കാഴ്ചപ്പാട് റെജീം ചേഞ്ച് ആണ്. റെജീം ചേഞ്ച് ചെയ്തിട്ടേ ഇസ്രായേൽ അടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇപ്പം. അപ്പോൾ ആ രീതിയിലാണ് ഇസ്രായേലിന്റെ നിലപാടുകൾ. ഇസ്രായേൽ കൃത്യമായിട്ട് ഈ ആയത്തുൽ ഖമനേയിയുടെ ലൊക്കേഷൻസ് ട്രേസ് ചെയ്ത്
മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തന്നെ യൂറോപ്യൻ യൂണിയൻസ് ആയിക്കോട്ടെ, മറ്റുള്ള രാജ്യങ്ങളെല്ലാം G7 രാജ്യങ്ങളൊക്കെ ഈ മീറ്റിംഗിൽ ഇസ്രായേൽ എടുക്കുന്ന നിലപാട് ശരിയാണെന്നുള്ള വ്യക്തമായ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞു. ഇനി ഇറാന് കിട്ടാൻ പോകുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മൈനർ ആയിരിക്കും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അബ്ബാസ് അറക്ചി നടത്താൻ പോകുന്ന മീറ്റിംഗിൽ എന്തെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ ഓക്കെ. അതായത് മാക്രോൺ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ പൊതുജനങ്ങളെ ആക്രമിക്കുന്നതിന് ഞങ്ങൾ എതിരാണെന്ന് മാക്രോൺ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണത്. പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് മെക്കാനിസം, അതിൽ വന്ന പാളിച്ച, അതിൽ വന്ന ടെക്നിക്കൽ എറർ, ഇതൊക്കെ തന്നെ ഒരു ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രസ്റ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ അതിലൊരു പാളിച്ച വന്നതായിട്ട് ഈ ഒരു സുറൂക്ക ഹോസ്പിറ്റലിൽ നടത്തിയ ഒരു ആക്രമണം ആൾക്കാരെ കുറച്ച് ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇസ്രായേൽ വിട്ടു പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് രാജ്യങ്ങൾ ഇസ്രായേലിനെ അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ സിറ്റിസൻസിനെ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോയിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ നെതന്യാഹുവുമായിട്ട് കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇന്ത്യക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഇന്ത്യൻ സിറ്റിസൻസിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ഇസ്രായേൽ തരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിലാണ് വന്ന് പറഞ്ഞത്. പക്ഷെ അതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് അവിടെ വർക്ക് ചെയ്യുന്നത് കെയറർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വീടുകളിലുള്ള വയസ്സായ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇവർ കെയർ ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ സിറ്റിസൻസ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിടുന്നത് ഇസ്രായേലിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ വീടുകളിൽ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയസ്സായ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഇന്ത്യൻ സിറ്റിസൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അൺലെസ് ഇന്ത്യക്കാർ ആരെങ്കിലും അവിടെ നിന്ന് പോകണം എന്ന് ആവശ്യപ്പെട്ടാൽ എംബസി കൊണ്ടുവരും. അല്ലാത്ത പക്ഷത്തിൽ ഇന്ത്യ സ്വമേധയാ അങ്ങ് തീരുമാനമെടുത്ത് ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് ആൾക്കാരെ ഇപ്പോൾ എവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.